ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താ പറയുക, PM ശ്രീ പദ്ധതി. അപ്പോൾ കേൾക്കുമ്പോൾ അറിയാത്തവർക്കായിട്ട് ചില ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് വലിയ പ്രശ്നമൊന്നുമില്ല, അത് വിചാരിക്കുന്ന പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് പലരും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലെ ഉണ്ടായ ഒരു ചർച്ചയിൽ, നമ്മുടെ മീഡിയ വൺ ചർച്ചയിൽ ഒരു CPMൻ്റെ പ്രതിനിധി വന്ന്, അരുൺകുമാർ വന്നിരുന്ന് എന്താ പറയുക, അവരുടെ ഈ എന്താ പറയുക, ഇതിനൊക്കെ എതിർക്കുന്നവരെ, മുസ്ലിങ്ങളെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ ഇവരെക്കെതിരെ പറയുന്നവർക്കെതിരെ ഇവർ ഈ CPM ആകട്ടെ അല്ലെങ്കിൽ BJPക്കാരാകട്ടെ RSSകാരാവട്ടെ അതുപോലുള്ള ആളുകൾ അവരെ എതിർക്കുന്നവരെ അവർ സ്ഥിരം പറയുന്ന ഒരു പല്ലവിയാണ് ഇസ്ലാമിസ്റ്റുകൾ എന്ന്. എന്നാൽ ഈ ചർച്ചയിൽ ഇതൊക്കെ ആളുകൾ കേട്ട് അതൊക്കെ ദ്രവിച്ച് പഴങ്കഥയായ ഈ ഒരു വാചകം ഇന്നലെ ചർച്ചയ്ക്കിടെ ഈ CPM പ്രതിനിധി പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിനെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുത്ത് അതിൻ്റെ അവതാരകൻ നടത്തിയ ഒരു വീഡിയോ നമുക്ക് ആദ്യം അതൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങളുടെ ഘടകകക്ഷിയായ CPM അറിഞ്ഞിട്ടില്ല, നിങ്ങളാണ് അപമാനിക്കുന്നത്, അല്ലാതെ ഞങ്ങളല്ല. അല്ലല്ല, താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകൾ വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ. ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ AKG സെന്ററിൽ കൊണ്ട് വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു, അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏക്കില്ല അനിൽകുമാർ, കേട്ടോ? താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. അത് അവിടെ പോയി വിളിച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു അനിൽകുമാർ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. അതെ, ഉത്തരം മുട്ടുമ്പോ ചാപ്പയടിക്കുന്ന ആ കാലം കഴിഞ്ഞു. അതൊക്കെ ഇനി AKG സെന്ററിൽ. ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ S ജയശങ്കറെയോ മോദിയെ നിങ്ങൾ താലിബാനി എന്ന് വിളിക്കില്ല. നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നതിന് നിങ്ങൾ ചാപ്പയടിക്കും. ആ കാലം കഴിഞ്ഞു. ഇസ്ലാമോഫോബിയ വിളമ്പി ചാപ്പയടിച്ചുള്ള കാലം കഴിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ എക്സ്പോസ്ഡ് ആയി. ഇയാളെ പോലെ നിങ്ങൾക്ക് എന്താ മടി? ഇയാളെ പോലെ ഇസ്ലാം ഫോമുകളെ നിങ്ങൾ ചർച്ചയിൽ പുറത്താക്കുന്നേ? അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ? അല്ല അനിൽകുമാർ, ഈ ചാപ്പയടി എല്ലാവരും പറയാനുണ്ടോ? ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും ന്യായം ഉണ്ടോ? അത് പറയൂ. ചാപ്പയടിക്കാതെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ തലയിൽ മുന്നിട്ട് പോയി ഒപ്പിട്ടത് അനിൽകുമാർ? നിങ്ങൾ ഈ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടിട്ട് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ്? ആരോട് ചർച്ച ചെയ്യാനാണ്? നിങ്ങൾ ആരോടാ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യേണ്ട ക്യാബിനറ്റിൽ നിങ്ങൾ CPI മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിയില്ലേ? പിന്നെ ആരോടെ നിങ്ങൾ ചർച്ച? നിങ്ങൾ RSSന്റെ അടുത്ത് ചർച്ചയ്ക്ക് തല മുണ്ടിട്ട് പോയി. അല്ല, ഈ ഒപ്പിടാൻ പോയി പിന്നെ ആരോട് പറഞ്ഞിട്ടാണ്? നിങ്ങൾ CPMന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ CPMന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ അപഹാസ്യനാക്കില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ ഇരുട്ട് നിർത്തിയില്ലേ? എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ചാപ്പയടിക്കുന്നു. RSSന്റെ അടുത്ത് തലയെ മുണ്ടിട്ട് പോയത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളാരുമല്ല. ഈ ഒപ്പിടാൻ പോയത് എന്തായാലും താലിബാനിസം എന്ന് പറഞ്ഞ ഈ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ നടന്നിട്ടുള്ള ഈ CPMൻ്റെ ആളുകളൊക്കെ അവരൊന്നും പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇത്തരക്കാർ, ലോകത്തെ കുറിച്ച് ഒരു വിവരമില്ലാത്ത ഈ പൊട്ടന്മാർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അവർക്കനുസരിച്ച് അതിനെ ന്യായീകരിക്കാൻ വരുന്നു. എന്താ പറയുക, സ്വന്തം തങ്ങൾ പറഞ്ഞത് എന്താണോ ഇതുവരെ അതൊക്കെ വിഴുങ്ങിയിട്ടാണ് ഇപ്പം ഇത് പറയുന്നത്. എന്തായാലും നമുക്ക് എന്താ പറയുക, ഇതിനെപ്പറ്റി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുകൂടി ഒന്ന് കേട്ടിട്ട്. ഒരു NEP-യുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഈ NEP-ൽ എന്താണ് കുഴപ്പം? ഒന്നൊന്ന് പറഞ്ഞേ. NEP-ൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. ഇപ്പം എന്തൊരു പരിഹാസമാണ്. എന്തായാലും ഇവരൊക്കെ തോളിലേറ്റി നടക്കുന്ന യുവ തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത്. ചിന്തിക്കുക, ഇവരൊക്കെ നമ്മുടെ നാടിന് എന്താണ് നൽകുന്നത്? ഇവരുടെയൊക്കെ പോക്കറ്റ് നിറക്കലല്ലാതെ എന്താണ് നമ്മുടെ നാടിന് നൽകലെന്ന് ഓരോ യുവജനങ്ങളും, അതായത് അവരാണ് നമ്മുടെ ഭാവി. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്.
ഓരോരുത്തരും ചിന്തിക്കുക, ഇവരൊക്കെ എന്താണ് നാടിന് നൽകുന്നത്, എന്താണ് ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം അല്ലെങ്കിൽ നാടിന് ഉപകാരം എന്ന് ചിന്തിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മുന്നോട്ടുള്ള നിരീക്ഷണവും നടത്തുക, കരുതിയിരിക്കുക. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.